നേതാക്കളുമായ ഇ.സി. ഓസ്പിയേട്ടൻ, ശ്രീ ജോസ് ചെറുപുള്ളിൽ, ശ്രീ സതീഷ് ചൊള്ളാനി, ശ്രീ ബിനീഷ് ചൂണ്ടച്ചേരി, ശ്രീ ടോബിൻ കെ അലക്സ്, ശ്രീ ജോസൂട്ടി പൂവേലി, ശ്രീ അനൂപ് ജോർജ്, ശ്രീ ബിജോയ് വി ജോർജ്, ശ്രീ എബിസൻ ജോസ്, ശ്രീ ജോസ്റ്റിൻ വന്ദന, ഫ്രെഡി ജോസ്, ബൈജു കൊല്ലംപറമ്പിൽ, അതുപോലെ തന്നെ തോമസ് പീറ്റർ ഉൾപ്പെടെയുള്ള മനയാനിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള അവാർഡ് ജേതാവായ വേബി വെള്ളയാപ്പള്ളി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, ഫെഡറൽ ബാങ്കിനെ പ്രതിനിധീകരിക്കുന്ന എബിൻ സെബാസ്റ്റ്യൻ ബ്രാഞ്ച് മാനേജർ അടക്കമുള്ള വ്യക്തികളെ, യൂത്ത് വിങ്ങിൻ്റെ പാലായിലെ യുവ വ്യാപാരികളെ, വ്യാപാരി വ്യവസായി അംഗങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പാലാ ജൂബിലിയോടനുബന്ധിച്ച് പാലാ ഫുഡ് ഫെസ്റ്റ് 2024 ഇവിടെ തുടക്കം കുറിച്ചു. ഞാൻ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ആ ഉദ്ഘാടനം ഞാൻ ഇനി നിർവഹിക്കുന്നില്ല. ബൈജു എന്നോട് പറഞ്ഞു, മൈക്കിൽ കൂടെ പറഞ്ഞേച്ചാൽ മതി, സ്റ്റാളിൽ നാടകം നടക്കില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞല്ലേ? എന്താണെങ്കിലും എനിക്കാണെങ്കിൽ നോയമ്പ, ഞാനിങ്ങനെ ടെൻഷൻ എടുത്ത് ഈ മണമെല്ലാം വരുന്ന കേട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയിടം രുചി എന്നുള്ള ഒരു ബോർഡ് കാണുന്നത്. അപ്പോഴാണ് അവിടെ ദോശയുണ്ടെന്നും കൂടെ പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ മാറി. എന്താണെങ്കിലും പാലായിലെ യുവ വ്യാപാരികൾ ഇന്ന് വ്യാപാര മേഖലയിൽ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ഓൺലൈൻ്റെയും വഴിയോര വ്യാപാരത്തിൻ്റെയും പുസ്തകങ്ങളുടെ കടന്നുകയറ്റത്തിൻ്റെയും 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ രാജ്യം വിടുന്നതിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തെ തൊഴിലുകൾ കീഴടക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാന്ദ്യങ്ങൾ ഉപഭോക്താവിന്റെ ക്രയശേഷിയെ ആശ്രയിക്കുന്നതനുസരിച്ച് റീറ്റെയിൽ മേഖലയിൽ വ്യാപാരം കുറഞ്ഞു വരികയാണ്. ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഫെസ്റ്റുകൾ ആ മേഖലയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഇവിടെ ഫുഡ് ഫെസ്റ്റ് മാത്രമല്ല, ഹോം അപ്ലയൻസസിന്റെ ഉൾപ്പെടെയുള്ള ആ സ്റ്റാളുകൾ, ഏതാണ്ട് 40ഓളം സ്റ്റാളുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നല്ല വിപണനം വരുന്ന ഇന്നു മുതൽ 6, 7, 8, 9, 10, 5 ദിവസം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സ്റ്റാളുകളുടെയും പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ലുക്ക് വേണ്ടല്ലേ? അല്ല, അന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹായ്, യെസ് ബോസ്. എന്തി ഒരാളെന്തി ആ ദൈവം വന്നു. 10 കച്ചവടം പേടിക്കണം. ഫുഡ് ഞാൻ പാല് കൊണ്ടാണ് അടുക്ക് വെക്കാം. ആരോമാർക്ക് കിട്ടും ലോങ് വ്യൂവിൽ ഓക്കെയാ. പാല് കാണും, തല വലിച്ച് കെട്ടിയപ്പോൾ സെറ്റാണ്. ചാടിയല്ലേ? അത് പുള്ളിയല്ലേ ഇരിക്കല്ലായിരുന്നു, പ്രസിഡന്റ് ഇരിപ്പുണ്ടേ. ഞാൻ കയറുന്നില്ല. അവ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇതിന്റെ ഇതല്ലേ, അതുകൊണ്ട് ഞാൻ വരില്ല. ഇത് അച്ഛൻ്റെ മറന്നുപോയി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റായിട്ട് 50 വർഷമായി. അടുത്ത 2 കൊല്ലം ഞാൻ 90-ാമത്തെ വയസ്സാകും. അതുകൂടെ ചിന്തിച്ചോണമെന്നുള്ള ഒരു ഓർമ്മ മനസ്സിലുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അനിയന്മാർ തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യത്തിലും ഞാൻ കൊള്ളും. ഞാൻ തമാശ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ കൊള്ളും. ഇത്രയും പ്രായമായെങ്കിൽ ഞാൻ നിർത്തിയിട്ടില്ല. നിർത്തിയതിന് ആഗ്രഹമുണ്ട്, എന്നാൽ പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഇന്ന് യൂത്ത് വിങ്ങാണ് ഏറ്റവും വലിയ ഗുണകാംക്ഷയും പ്രോത്സാഹനം തരുന്നയാളും വ്യാപാരി വ്യവസായ ഏകോപന സമിതി.
നമ്മുടെ പഴയകാലത്ത് ഉദയഭാസ്കരനായിരുന്നു പറഞ്ഞ് ഞങ്ങളൊരു കാരണവരുണ്ടായിരുന്നു. പുള്ളി മരിച്ചിട്ട് 10-12 കൊല്ലമായി. അദ്ദേഹമായിരുന്നു ഈ യൂത്ത് വിങ് പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് പോകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി VC ജോസഫ് ഉണ്ട്, അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്. ഏതായാലും ഈ എന്നാ പറയുന്നത് ഫുഡ് മേള ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അറിയുകയും ചെയ്യാൻ എന്നാന്നുള്ളത് നമ്മൾ കേട്ടും വായിച്ചിട്ടും ഇല്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, ഇത് അനുഭവിക്കാമല്ലോ എന്നുള്ള അവസരം തരികയാണ്. ഇനി ഒരിക്കലും ഇനി മഴയൊന്നും ഉണ്ടായാലും പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തന്ന കാപ്പനും സെബാസ്റ്റ്യൻ കോത്തങ്ങലിനും എല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻജോയ് യുവർസെൽഫ് ഫോർ ദി നെക്സ്റ്റ് 4 days. എന്നാൽ മാത്രം നമ്മുടെ ഈ വിജയിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി KBVS ജനറൽ സെക്രട്ടറി ശ്രീ VC ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ആന്റണി അഗസ്റ്റിൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ MLA മാണി സി കാപ്പൻ, ഭദ്രദീപം തെളിയിച്ച ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിക്കൽ MLA, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജി വി തിരുത്തൽ, കോട്ടയം ജില്ലയുടെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് ശ്രീ MK തോമസ് കുട്ടി, നമ്മുടെ യൂണിറ്റിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ വക്കജേട്ടൻ, സ്വാഗത പ്രസംഗകൻ ശ്രീ ആന്റണി അഗസ്റ്റിൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, സ്നേഹമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മൾ ഈ ഫെസ്റ്റിവല് തുടങ്ങുവാൻ തീരുമാനിച്ചത് ഈ മാസം 4-ാം തീയതി ആയിരുന്നു. 4, 5, 6, 7, 8. ആ 4-ാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു ദിവസമായിരുന്നു. അന്ന് തുള്ളി തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ മുട്ടനേറി ചെളിയായിരുന്നു. ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചു. പ്രത്യേകിച്ചും യൂത്ത് വിങ്ങിൻ്റെ ചുണക്കുട്ടികൾ ഏകദേശം 2 മാസമായി 10-30 പേര് അശ്രാന്തമായി പരിശ്രമിച്ച് ഉണ്ടാക്കിയൊരു സംവിധാനം, അത് മഴ കൊണ്ടുപോകുമെന്ന് വളരെ ദുഃഖത്തോടെ ഇരുന്നെങ്കിലും ദൈവാനുഗ്രഹത്താൽ നമ്മൾ 2 ദിവസം മാറ്റിവെച്ച് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രൗണ്ട് വളരെ ഭംഗിയാക്കി എടുക്കുവാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥികൾ 2 MLA-മാർ, മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ ഇന്ന് നമുക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ നമുക്ക് കിട്ടിയെന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പാലായിലെ യൂത്ത് വിങ്ങിൻ്റെ ചുണക്കുട്ടികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവരുടെ പ്രയത്നത്തിന് പ്രതിഫലം കിട്ടി, ദൈവം അനുഗ്രഹിച്ചു.
അവർക്കെല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.